അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ, മധ്യ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ UDF ഏറ്റവും അടിത്തറയുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് അത് എറണാകുളത്താണ്. എറണാകുളത്ത് നല്ല രീതിയിൽ ഇത്തവണ സീറ്റുകൾ നേടാൻ കഴിയുമെന്ന പ്രതീക്ഷ UDF പങ്കുവയ്ക്കുന്നു. മാത്രമല്ല LDF ക്യാമ്പാകട്ടെ 5-ൽ നിന്നും കുറച്ചുകൂടി സംഖ്യ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് കഴിഞ്ഞ തവണത്തേക്കാൾ അവർ അവകാശപ്പെടുന്നുണ്ട്. BJPക്ക് അടിത്തറയുള്ള തൃപ്പൂണിത്തറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 2020 മത്സരം ശക്തമായി മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട്. പിന്നീട് കോട്ടയമൊക്കെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള സാധ്യതകൾ കൂടി നമ്മുടെ സർവേകളിലൊക്കെ കഴിഞ്ഞ ദിവസം 2ാം സർവേ ഇന്നലെ നടന്നു. അവിടെയൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ എന്താണെന്ന് ഈ ദിവസം സ്ഥാനാർത്ഥികൾ മധ്യ കേരളത്തിൽ എവിടേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്? ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ആയതുകൊണ്ട് രാവിലെ എല്ലാവരും പള്ളികളിൽ കേന്ദ്രീകരിക്കുകയായിരുന്നു ചെയ്തത്. ഇന്ന് പൊതുവേ ഒരു ശാന്തമായ അന്തരീക്ഷമാണ്. പ്രചാരണ രംഗത്ത് അത്രയും വലിയൊരു ആവേശം കാണാനില്ല. ദുഃഖവെള്ളി ആയതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആവേശം കാണാനില്ല. പക്ഷേ എറണാകുളം ജില്ലയെ സംബന്ധിച്ചാണെങ്കിൽ LDFനും UDFനും വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF 5 സീറ്റുകളിൽ വിജയിച്ചിരുന്നു, UDF 9 സീറ്റുകളിലും വിജയിച്ചു. പക്ഷേ രണ്ട് മുന്നണികൾക്കും അധികാരം നേടുന്നതിന് വേണ്ടി CPMന് അല്ലെങ്കിൽ LDFന് അധികാരം നിലനിർത്താനാണെങ്കിലും UDFന് തിരിച്ചു പിടിക്കാനാണെങ്കിലും എറണാകുളം ജില്ലയിലെ വിജയം വളരെ പ്രധാനപ്പെട്ടതാണ്. LDFനെ സംബന്ധിച്ച് 5-ൽ നിന്ന് പിറകോട്ട് പോകാൻ അവർക്ക് സാധ്യമല്ല. UDFന് 9-ൽ നിന്ന് മുകളിലേക്ക് പോവുകയും വേണം. LDFൻ്റെ കയ്യിരിക്കുന്ന സീറ്റുകൾ പിടിച്ചെടുക്കുകയും വേണം. അതുകൊണ്ട് തന്നെ ആ വീറും വാശിയും എറണാകുളം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും കാണാൻ കഴിയും. BJP സംബന്ധിച്ച് BJPക്ക് വലിയൊരു നേട്ടം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത് തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തു എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് അവർ തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി വിജയിക്കുന്നത്. പക്ഷേ അവിടെ BJPക്കല്ല സീറ്റ് നൽകിയിരിക്കുന്നത്, അത് സഖ്യകക്ഷിയായ 2020ക്കാണ്. പക്ഷേ 2020ക്ക് വലിയ വിജയം ഉണ്ടാകും എന്ന ഒരു പ്രതീതി അവിടെ പ്രചാരണ രംഗത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രചാരണ രംഗത്തിൽ എല്ലാവരും ഒപ്പത്തിനൊപ്പം പോകുന്നു എന്നുള്ളതാണ്. കുന്നത്തുനാട്ടിലെ ചിത്രം എടുത്തു കഴിഞ്ഞാൽ കുന്നത്തുനാട്ടിലും ത്രികോണ മത്സരമാണ്, അതിശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. 2020 സ്ഥാനാർത്ഥിയുടെ കടന്നുവരവ് അല്ലെങ്കിൽ BJPയുടെ പിന്തുണയോടുള്ള വരവൊക്കെ തന്നെ ആ മണ്ഡലത്തിലെ പ്രവചനം അസാധ്യമാക്കിയിട്ടുണ്ട്. അങ്ങനെ പ്രവചനം അസാധ്യമാക്കുന്ന മത്സരങ്ങൾ കൊച്ചിയിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രിമണ്ഡലമായ കളമശ്ശേരിയിൽ നടക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നത് P. രാജീവ് വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നേറും, മികച്ച വിജയം നേടുമെന്നുള്ളതാണ്. പക്ഷേ അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ വലിയൊരു മത്സരത്തിലേക്ക് ആ മണ്ഡലം മാറിയിട്ടുണ്ട്. ഈ മേഖല മധ്യമേഖലയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂരാണെങ്കിലും കോട്ടയമാണെങ്കിലും ആലപ്പുഴയാണെങ്കിലും ഒക്കെ തന്നെ വലിയ മത്സരങ്ങളിലേക്ക് പോയിട്ടുണ്ട്. എല്ലാ പാർട്ടികളുടെയും ഒരു പ്രശ്നം എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം മാത്രമേ പ്രചാരണ രംഗത്ത് കിട്ടിയുള്ളൂ എന്നത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഉള്ള റിസോഴ്സുകൾ വെച്ചുകൊണ്ട് പരമാവധി ആളുകളിലേക്ക് എത്തപ്പെടാനുള്ള ശ്രമങ്ങൾ എല്ലാ പാർട്ടികളും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവചനം എന്ന് പറയുന്നത് ഒരു അസാധ്യമായിരിക്കുകയാണ്. പക്ഷേ മധ്യമേഖല ആര് പിടിക്കുന്നു അവർക്കൊപ്പം ഭരണം നിൽക്കും എന്നതുകൊണ്ട് തന്നെ എല്ലാവരും കടുത്ത പ്രചാരണത്തിലാണ്.